പ്രതിപാദിക്കുന്നത്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമുക്ക് അധിക നികുതി ചുമത്തുവാൻ കഴിയൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ ആലപ്പുഴയെ സംബന്ധിച്ചോളം ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധയാണ് ടൂറിസം രംഗം. ആ ടൂറിസം രംഗത്ത് ഇപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ഉദ്ഘാടിച്ച പ്രത്യേകിച്ച് ഹൗസ് ബോട്ടുകളുടെ കാര്യം, ആ ഹൗസ് ബോട്ടുകൾക്ക് ഈ പ്രാവശ്യം നികുതി ചുമത്തണം എന്ന ഒരു നിർദ്ദേശം പ്രധാനമായി നിങ്ങൾ ആലോചിച്ചത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാം, നമ്മുടെ നഗരസഭയിലെ ഒട്ടേറെ സ്ഥലം നമ്മുടെ പട്ടണത്തിലുണ്ട്. ആ പട്ടണത്തിലെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. അതുപോലെ ആലപ്പുഴയിൽ പുതിയതായി ഫ്ളാറ്റ് നിർമ്മിച്ചുകൊണ്ട് നഗരസഭ വരുമാനം വർദ്ധിപ്പിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ഈ കാലയളവിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ ചെറിയ സഹായം ലഭിച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ വിസ്മരിക്കുന്നു. എങ്കിലും കേരളത്തിലെ അപ്പോഴുള്ള എല്ലാ മുനിസിപ്പാലിറ്റികളും സാമ്പത്തികമായി പ്രതിസന്ധിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആമുഖമായി എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിന്റെ സഹായം കൊണ്ട് മാത്രം നമുക്ക് മുനിസിപ്പാലിറ്റി കൊണ്ടുപോകാൻ കഴിയില്ല. നഗരസഭയുടെ 2011-2012 വർഷത്തെ ചുരുക്കിയ ബഡ്ജറ്റും 2012-13 വർഷത്തെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട കൌൺസിലിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഈ കൌൺസിൽ അധികാരത്തിലെത്തിയപ്പോൾ നഗരത്തിന്റെ മുഖച്ഛായ മാറും വിധം വികസന രംഗത്ത് കുതിപ്പുണ്ടാക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഈ അടിത്തറയിട്ടുകൊണ്ട് വികസന രംഗത്തും സാമ്പത്തിക രംഗത്തും മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും എന്ന വിശ്വാസം നമുക്ക് സന്തോഷം പകരുന്ന സംഗതിയാണ്. അതോടൊപ്പം സ്ഥിരതയുള്ള ഒരു നഗരഭരണം തുടർന്നും കാഴ്ചവെക്കാൻ കഴിയും എന്ന വിശ്വാസം ഈ കൌൺസിലിനുണ്ട്. ഒരു കാലത്ത് കിഴക്കിന്റെ റിലീസായിരുന്ന ആലപ്പുഴ ഇന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ടൂറിസം രംഗത്ത് ഇന്ന് കാണുന്ന മുന്നേറ്റവും നെഹ്റു ട്രോഫി ജലമേളയും നമുക്ക് ആവേശമാണ്. വരും നാടുകളിൽ ആലപ്പുഴ പട്ടണവും നമ്മുടെ ടൂറിസം രംഗവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കാൻ പോവുകയാണ്. നഷ്ടപ്രഭാവങ്ങൾ വീണ്ടെടുത്ത് കിഴക്കിന്റെ റിലീസായ ആലപ്പുഴ നഗരം തല ഉയർത്തിപ്പിടിച്ച് നിന്ന് വിദേശികളെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന തദ്ദേശീയരായ ടൂറിസ്റ്റുകളെയും സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ നഗരത്തെ സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കി മാറ്റുന്നതിന് ക്ലീൻ ആലപ്പി സേവ് ആലപ്പി എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുവരികയാണ്. ഇതിന്റെ ഫലമായി വാർഡ് തലത്തിൽ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നടന്ന NRHM പ്രവർത്തനത്തെയും ക്ലീൻ ഡെസ്റ്റിനേഷൻ അംഗങ്ങളുടെയും റെസിഡൻഷ്യൽ അസോസിയേഷന്റെയും സന്നദ്ധ സേവന പ്രവർത്തകരുടെയും സേവനാത്മകമായ പ്രവർത്തനങ്ങൾ പ്രശംസജനകമാണ്. നഗരത്തിലെ വാർഡുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 1500ഓളം വീടുകൾക്ക് സമ്പൂർണ്ണ സാനിറ്റേഷനും മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി ബയോഗ്യാസ് പ്ലാന്റും സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കും. പട്ടണത്തിലെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നന്നായി പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ ക്യാഷ് അവാർഡ് ഏർപ്പെടുത്തും. വർദ്ധിച്ചു വരുന്ന മാലിന്യം നീക്കം ചെയ്ത് സംസ്കരണവും തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് കീഴടമുട്ടിയായി മാറിയിരിക്കുകയാണ്. ആലപ്പുഴ നഗരസഭ ഇക്കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തിച്ചു വരികയാണ്. വാർഡുകളിൽ നിന്നും പോയിന്റുകളിൽ എത്തുന്ന കരമാലിന്യങ്ങൾ നഗരസഭയുടെ സഹോദരങ്ങളുടെ പ്ലാനിൽ സംസ്കരിച്ച് ജൈവവളമാക്കുന്ന പ്രവർത്തനം നടന്നുവരികയാണ്. കൂടാതെ പട്ടണത്തിലെ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധനം വഴി ഇന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം കുറയ്ക്കാൻ കഴിയും. നഗരത്തിൽ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർ ഉണ്ടാകുന്നുവെന്ന നമ്മുടെ സ്വപ്നം ഇനിയും സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്.
മനുഷ്യരഹിത നഗരമാക്കി ആലപ്പുഴയെ മാറ്റും. ആലപ്പുഴക്ക് ഒരു തോട്ടം എന്ന പദ്ധതിയിലൂടെ പട്ടണത്തിലെ എല്ലാ വീടുകളിലും പച്ചക്കറി കൃഷി നടപ്പിലാക്കും. നഗരസഭ അതിർത്തിയിലുള്ള ഏറ്റവും നല്ല കർഷകരെയും നല്ല അടുക്കളത്തോട്ടം സൃഷ്ടിക്കുന്ന വീട്ടമ്മമാരെയും തെരഞ്ഞെടുത്ത് ആദരിക്കും. ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി ആട് വിതരണവും എരുമക്കിടാവ് വിതരണവും നടപ്പിലാക്കും. കടലോര ഉൾനാട് മത്സ്യത്തൊഴിലാളികളുടെ വീട്, അറ്റകുറ്റപ്പണി, തൊഴിൽ സ്വഭാവങ്ങൾക്ക് അനുസൃതമായ തൊഴിലുപകരണങ്ങളുടെ വിതരണം, അലങ്കാര മത്സ്യകൃഷി എന്നിവ നടപ്പിലാക്കും. ടൂറിസം മേഖലയിലെ പുത്തൻ ഉണർവിന് ഉപയോഗപ്പെടുത്തുവാനുള്ള ശ്രമം നഗരത്തിൽ ഉണ്ടാവണമെന്നൊരു ദൃഢനിശ്ചയമാണ് ആലപ്പുഴയിലെത്തുന്ന വിദേശികളെയും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് നഗരസഭാ നേതൃത്വത്തിൽ ആലപ്പുഴ ബീച്ചിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ സഹായത്താൽ ഒരു വിനോദ സമുച്ചയവും ഫിനിഷിംഗ് പോയിന്റിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് ആറോ പ്ലാന്റും ഹൈമാസ് ലൈറ്റുകളും ഹൗസ് ബോട്ട് മാലിന്യങ്ങൾ നിർമ്മാണം ചെയ്യുന്നതിന്റെ ഭാഗമായി സംസ്കരണ പ്ലാന്റും സ്ഥാപിക്കും. മാറിവരുന്ന നഗരത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി പശ്ചാത്തല മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആലപ്പുഴ നഗരവാസികളുടെ അഭിലാഷമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കും. കൂടാതെ സത്രം ഷോപ്പിംഗ് കോംപ്ലക്സ്, വെള്ളക്കിണർ കൊമേഴ്ഷ്യൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, വലിയകുളം ഷോപ്പിംഗ് കോംപ്ലക്സ്, കൊങ്ങണി ചുടുകാട് ഷോപ്പിംഗ് കോംപ്ലക്സ്, കല്ലുമാർഗ് കോംപ്ലക്സ്, CV വഴിച്ചേരിമാടി വ്യവസായ സമുച്ചയം, നഗരസഭാ നേതൃത്വത്തിലുള്ള ചേട്ടുമാറുമായി വക സ്ഥലത്തെ മാറ്റി നിർമ്മാണം, മുനിസിപ്പൽ സെക്രട്ടറി എഞ്ചിനീയറിംഗ് ക്വാർട്ടേഴ്സുമായി ചേർത്ത് കെട്ടിട സമുച്ചയം, പശ്ചാത്തല മേഖലയിലെ പദ്ധതികളുടെ നിർവഹണത്തിന്റെ ഭാഗമായി വാർഡുകളിലെ ഒട്ടുമിക്ക റോഡുകളും സഞ്ചാരയോഗ്യമായി കഴിഞ്ഞു. എന്നിരുന്നാലും ഇനിയും പുതുക്കി പണിയേണ്ട റോഡുകളുടെ നിർമ്മാണത്തിന്, പുതിയ റോഡുകളുടെ നിർമ്മാണത്തിലും ഇടവഴികളുടെ കോൺക്രീറ്റിനും ആവശ്യമായ വക പൊളിച്ചുകൊണ്ട് പദ്ധതി ആരംഭിക്കും. ആലപ്പുഴ ടൗണിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായ കൊമ്മാടി, കാസർഗോഡ്, കൈയൂണി ജംഗ്ഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഹൈമാസിലേക്കും, വാർഡുകളിൽ പ്രധാന 5 കേന്ദ്രങ്ങളിൽ സോഡിയം പേപ്പർ ലാമ്പും വഴിവിളക്ക് അറ്റകുറ്റപ്പണി ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി നഗരത്തിലെ നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ അപാകതകൾ പരിഹരിക്കും. നഗരത്തിലെ ഗവൺമെന്റ് LP, UP ഹൈസ്കൂളുകൾക്ക് ആവശ്യമായ IT ഉപകരണങ്ങൾ, ബെഞ്ച്, ഡെസ്ക്, ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കും. പട്ടണത്തിലെ ഹൈസ്കൂളിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി ക്യാഷ് അവാർഡും അനുമോദനവും നൽകും. കായിക പ്രതിഭകളെ വളർത്തുന്നതിന് സ്പോർട്സ് കിറ്റും തീവ്ര പരിശീലനവും നടപ്പിലാക്കും. സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ സ്പോർട്സ് ഹോസ്റ്റൽ സ്ഥാപിക്കും. സ്കൂളുകളിൽ ഗെയിം ഫ്രണ്ട്ലി ടോയ്ലറ്റിൽ അനുവദിക്കും. നഗരത്തിലെ മാതൃക ഗ്രന്ഥശാലയെ തെരഞ്ഞെടുത്ത് ആദരിക്കും. പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നെഹ്റു ട്രോഫി വാർഡിൽ കമ്മ്യൂണിറ്റി ഹാളും, പ്രതാപത്തിൽ നെഹ്റു ട്രോഫി തിരുമല ഉന്നമന വാർഡുകളിൽ ആറോ പ്ലാന്റും, സ്ഥലവും വീടുമില്ലാത്ത പട്ടികജാതി വിഭാഗത്തിലെ കുടുംബാംഗങ്ങളെ താമസിക്കുന്നതിനായി ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു. പട്ടികജാതി യുവാക്കൾക്ക് JCB പരിശീലനം, പട്ടികജാതി മേഖലയിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് എരുമക്കിടാവ് വിതരണവും, പാട്ടകൃഷി നടത്തുവാൻ തയ്യാറുള്ള ഗുണഭോക്തൃ ഗ്രൂപ്പുകൾക്ക് പ്രത്യേക ധനസഹായവും ഏർപ്പെടുത്തും. SC വിഭാഗത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ കമ്പ്യൂട്ടർ പരിശീലനം ഏർപ്പെടുത്തും. നഗരസഭയുടെ ഇന്നുള്ള വരുമാനം ഉപയോഗിച്ച് നഗരസഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും മറ്റ് നിത്യനിദാന ചെലവുകളും അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ മേൽ അധിക നികുതി ചുമത്താതെ ജ്ഞാനപാത്രങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിയും കഴിനികുതി പിരിച്ചെടുത്തു. നഗരസഭാ വക സ്ഥലങ്ങളിൽ കെട്ടിടങ്ങളും ഫ്ളാറ്റുകളും നിർമ്മിച്ചു. നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നിലവിലുള്ള നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. നഗരസഭയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയൂ. സംസ്ഥാന സർക്കാരിന്റെ സഹായം കൊണ്ട് മാത്രം ഇത് നടക്കില്ല എന്ന് നമുക്കറിയാം. വികസന പാതയിലായ ആലപ്പുഴയ്ക്ക് പുത്തൻ പ്രതീക്ഷയിൽ ഉണർന്നു നൽകുവാൻ ഈ കൌൺസിലിന്റെ പ്രവർത്തന കാലയളവിൽ കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പൗരാവലിയുടെ ആകെ വിശ്വാസം നേടിയെടുക്കുവാനും ജനപങ്കാളിത്തത്തോടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും ഈ കാലയളവിൽ കഴിയുമെന്ന് അഭിമാനത്തോടെ വിശ്വസിച്ചുകൊണ്ട് മുൻ നീക്കിയിട്ടുണ്ട് ഉൾപ്പെടെ 133 കോടി 17,3886 രൂപയുടെ വരവ്, 132 കോടി 61,936 രൂപ ചെലവ്,
ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ എനിക്ക് പറയാനുള്ളത് 5/3/2012 നമ്മൾ കൂടിയിരുന്നു. അന്ന് ഫൈനാൻസ് കമ്മിറ്റി കൂടിയിരുന്ന സത്യമാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. എങ്കിൽ അന്ന് കൂടിയ തീരുമാനമല്ല ഇന്നത്തെ ഫൈനാൻസ് കമ്മിറ്റി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പറഞ്ഞു. കാര്യം അന്ന് നമ്മൾ ഇന്നത്തെ പറഞ്ഞിരുന്ന ഈ നമ്മുടെ അന്ന് ഫൈനാൻസ് കമ്മിറ്റി കൂടിയെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്ന് ഫൈനാൻസ് കമ്മിറ്റി പാസ്സാക്കി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ ഫിനാൻസ് കമ്മിറ്റിയുടെ മീൻസ് എടുത്ത് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ ഇത് വായിച്ചു നോക്കാൻ വൈസ് ചെയർമാൻ മനസ്സിലാക്കും. അന്ന് ഈ കാര്യങ്ങളൊന്നും പാസ്സാക്കാത്ത കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ പറഞ്ഞത്. അന്ന് നമ്മൾ പറഞ്ഞു ഈ കൈകാര്യത്തിൽ വലിയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ 3 വർഷമായിട്ട് നിർമ്മാണ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടാണ് പിന്നീട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 50 ലക്ഷം രൂപ കഴിഞ്ഞ ഞാൻ ബഹുമാനപ്പെട്ട PPG തരഞ്ഞതും ഇവിടെ ഞാൻ അന്നത്തെ കക്ഷിയിലായ AN നസീറും ബഹുമാനപ്പെട്ട ASF ഇന്ത്യത്തെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് പോയി നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത വർഷം 4 പോകും. ഇപ്പോഴും ബഡ്ജറ്റ് പറയുന്നു ഞങ്ങൾ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പോകണമെന്ന് പറഞ്ഞു. എന്തിനീ പാവപ്പെട്ട കൗൺസിലർമാരെ പറ്റിക്കുന്നു? അവരെന്തെങ്കിലും അപരാധങ്ങൾ നിങ്ങളോട് ചെയ്തിട്ടൊന്നുമില്ല. എന്ത് കാര്യം 2 കൈ നീട്ടി സാധനം ചെയ്യുന്ന UDFിന്റെ കൗൺസിലർമാരെ എന്തിനു പറ്റിക്കുന്നു? അതുപോലെ 52 കൗൺസിലർമാരെ എന്തിനു പറ്റിക്കുന്നു? ഇതിൽ പറ്റിയിട്ടുള്ള കൗൺസിലർ ഈ 5/3/2012 കൂടി ഫൈനാൻസ് കമ്മിറ്റി ഇങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈ നമ്മുടെ പുന്നപ്പുറയിൽ നമുക്ക് ആ സ്ഥലത്തിൽ നമ്മുടെ ഫൈനാൻസ് കമ്മിറ്റി ചർച്ച ചെയ്താണ്. നമുക്ക് പോയി സ്ഥലം പരിശോധിക്കാം. ആ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സ്ഥലം എന്തുമാത്രം ഉണ്ടെന്ന് പരിശോധിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ എന്തെങ്കിലും സംശയം എടുത്ത് ചോദിച്ചു എന്താണ് അതിനകത്തോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അന്നത്തെ കമ്മിറ്റി പാസ്സാക്കിയിട്ടില്ല. അപ്പൊ ആ പാസ്സാക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല ഉണ്ടോ? അതുപോലെ അന്നത്തെ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ് നമ്മൾ സാധുക്കളായ ജനങ്ങൾക്ക് വീടിന്റെ മെയിൻ്റനൻസ് ഒരു 14,000 രൂപ കൊടുക്കുന്നു പറഞ്ഞു. അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് അല്ല, ആ എമൗണ്ടിനകത്ത് പറയുന്നില്ല. ശരിയാണ്, ആ എമൗണ്ട് എത്രയാണ് നമ്മൾ 14,000 രൂപയ്ക്ക് 20 പേർക്ക് കൊടുക്കണം പറഞ്ഞിട്ട് ഉൾപ്പെടുത്തില്ല. ഉണ്ട്, എത്ര എമൗണ്ട് ആണെന്നുള്ള കാര്യത്തിൽ നിശ്ചയമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ നമ്മുടെ 60 ചീരുനാറിന് 60 പറ്റി ഒന്നും തന്നെ പ്രതിപാദിച്ചിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരമോല സംസ്കൃത പ്ലാൻ നമുക്ക് കണ്ടെത്തിക്കൊണ്ട് അതിനെപ്പറ്റി ഒന്നും പ്രതിപാദിക്കില്ല. ആലപ്പുഴ നഗരസഭ സ്റ്റേഡിയത്തെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ ഈ വീണ്ടും ഒരുപാട് പറയാനുള്ള ബാക്കിയെല്ലാം പ്രിയപ്പെട്ട കൗൺസിലർമാർക്കുണ്ട്. അവർ കുറെ കാര്യങ്ങൾ പറയും. ഇത് ആവർത്തന ബഡ്ജറ്റാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബഡ്ജറ്റ് പാസ്സാക്കാൻ യാതൊരു നിവൃത്തിയും കാണുന്നില്ല. അതുപോലെ തന്നെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജനറൽ പർപ്പസ് ഗ്രാന്റിൽ കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് 30 ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട്. അതേ ജനറൽ പർപ്പസ് ഗ്രാന്റിൽ 30 ലക്ഷം രൂപ വൈസ് ചെയർമാൻ. അത് ഇന്ന് വന്ന് വൈസ് ചെയർമാൻ കാണിച്ചിരിക്കുന്നത് യൂക്കോ ബാങ്കിൽ നിന്ന് എല്ലാ മാസം ഓടിയെടുക്കേണ്ട 60 ലക്ഷം രൂപ അല്ലെങ്കിൽ 30 ലക്ഷം രൂപ കാണിച്ചിരിക്കുകയാണ്. 30 ലക്ഷം രൂപ ഏറ്റവും ഇത്ര മോശമായ ബഡ്ജറ്റ് നമ്മൾ ഈ കാലയളവിൽ കണ്ടിട്ടുള്ള ജനറൽ പർപ്പസ് ഗ്രാന്റ് 30 ലക്ഷം രൂപ കൊണ്ടെന്ന് കാണിക്കുന്നു. എവിടുന്നാണ് ബഹുമാനപ്പെട്ട 30 ലക്ഷം രൂപ ജനറൽ പർപ്പസ്? അങ്ങനെ ഗ്രാന്റ് നമുക്കില്ല. ഈ ഇല്ലാത്ത ഗ്രാന്റിൽ പൊക്കിപ്പെട്ടി ബഡ്ജറ്റ് കൊടുക്കേണ്ട കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രദ്ധിക്കണം. നിയമദേശം വൈസ് ചെയർമാൻ ചെയർപേഴ്സൺ കൊടുക്കണം. അതിന് ജനറൽ പർപ്പസ് ഗ്രാന്റിൽ 30 ലക്ഷം രൂപ കാണിക്കുന്നു. അങ്ങനെ ഗ്രാന്റില്ല. ഇത് വളരെ മോശമാണ് ഈ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ജനറൽ പർപ്പസ് ഗ്രാന്റ്. ആ ഗ്രാന്റ് ഏത് ഗ്രാന്റാണ് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ പറയാം. ഇത് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പദ്ധതിയാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേറ്റം അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു ബഡ്ജറ്റാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള കൗൺസിലർമാർ ചർച്ച ചെയ്ത് നമുക്ക് അതിന്റെ ചർച്ച തുടങ്ങട്ടെ. അവരുടെ ബാക്കിയുള്ള വ്യത്യസ്തമായി കുറേയേറെ മാറ്റങ്ങൾ കൈവരിക്കുവാൻ ഈ നഗരസഭാ ഭരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തരിശ് നിലങ്ങൾ, അത് തരിശ് നിലങ്ങൾ പൂർണ്ണമായി കൃഷി ചെയ്യുന്ന രീതിയിലേക്ക്. ഇപ്പൊ ഭക്ഷ്യക്ഷാമമാണ്. നമ്മൾ എവിടുന്നാണ് അരിയായാലും മറ്റുൽപ്പന്നങ്ങളായാലും കൊണ്ടുവരുന്നത്? നമുക്കറിയാം എവിടുന്ന് കൊണ്ടുവരുന്നു. അപ്പൊ ആ ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് തരിശുനിലങ്ങൾ ഒന്നിച്ചു നിന്ന്, അതായത് നമ്മുടെ നഗരസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി തരിശുനിലങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇനിയും
നമുക്ക് രണ്ട് നിലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കള്ളവമ്പാടം ഏറ്റവും നല്ല കൂടുതൽ നെല്ല് വിളയുന്ന ഒരു കൃഷിയിടമായി മാറിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കള്ളവമ്പാടം. ഞങ്ങൾ ആ കള്ളവമ്പാടത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ആളുകളായിരുന്നു. അവർക്ക് എന്തുവായിരുന്നു, പോച്ചയും കടകലും ഒക്കെ തന്നെ പിടിച്ച് ആകെ പാമ്പിന്റെ ശല്യം കിടന്നിരുന്ന ഒരു പാടമായിരുന്നു കള്ളവമ്പാടം. ഈ നഗരസഭയാണ് അതിനു വേണ്ടിയിട്ട് ഈ നഗരസഭ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ചെയർമാൻ ശ്രീ പി ചിത്തരഞ്ജൻ അവരുകൾ ഇരുന്ന സമയത്ത് മുതൽ നമ്മുടെ ഗവൺമെന്റ് കൂടെ മുൻകൈ എടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആ തരിശുനിലം അത് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ നെല്ലുവിളയുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റുവാൻ ഈ നഗരസഭാഭരണത്തിന് കഴിഞ്ഞു എന്ന് പിന്നെ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇനി കിടക്കുന്ന പാടശേഖരങ്ങൾ ഒറ്റയടിക്ക് എല്ലാ ഭംഗിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ ഭംഗിയായ പുറംചട്ടയോടുകൂടി പിൻചട്ട ലൈറ്റ് അടിച്ച് വെളുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ സ്വപ്ന സങ്കല്പങ്ങളെ രചിച്ചിരിക്കുന്ന ഈ ബഡ്ജറ്റ് അക്ഷരത്തെറ്റുകൾ വളരെയേറെയുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ ഇരട്ടത്തിന്റെ അതിപ്രസംഗം. ഇതിനകത്ത് നേരത്തെ സഹപ്രവർത്തക ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും അവർക്ക് കൊടുക്കാൻ നഗരസഭ ബാധ്യതപ്പെട്ടവരുമാണ്. ടാക്സ് റിവിഷൻ വന്ന് നേരത്തെ സുഹൃത്ത് പറഞ്ഞു, ജനങ്ങളെ പിരിയുകയല്ല സംരക്ഷിക്കുകയാണ്. ഈ ടാക്സ് റിവിഷനിലൂടെ ജനങ്ങളെ ശരിക്കും പിരിഞ്ഞിട്ടുണ്ട്. പിരിഞ്ഞാണ് കൊടുക്കുന്നത്. ആ പിരിയലില് അവർക്കൊരു തൈലം മേടിക്കാനുള്ള കാശുകളും കൊടുക്കട്ടെ. കുടിച്ചിട്ട് തന്നെ ഒന്ന് കുടിയട്ടെ, ഒന്നിപ്പോ തലോടാവില്ല. അതിനുള്ള അവസരമായിരിക്കും നഗരസഭ ചെയ്യേണ്ടി വരുന്നത്. സാധാരണക്കാരന് ജനറൽ വിഭാഗത്തിന് ആകെ 35 ലക്ഷം. ഒരു വാർഡിൽ തന്നെ 1500 വീടുകളുള്ളത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിക്കുന്ന തുക എന്തായിരിക്കും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് 35ഉം 81 ഈ നിർദ്ദേശങ്ങളിൽ 35ാമത്തെയും 81ാമത്തെയും സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷ, ഇത് രണ്ടും ആവർത്തനമാണ് കാണിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ സാമൂഹിക സുരക്ഷ എന്നുള്ളത് ആവർത്തനമായിട്ട് അച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല 74 ആട് വളർത്തൽ ജനറൽ ആട് 2 74 ജനറൽ ആട്. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ജനറൽ ആട് വളർത്തൽ ഈ 2 പ്രോജക്റ്റും 2 ആണോ എന്താണെന്ന് വ്യക്തമാക്കണം. അതിനകത്ത് 3 ലക്ഷവും 30 ലക്ഷവും അതെ. ജനറൽ വിഭാഗത്തിലാണ് 3 ലക്ഷം രൂപ. നൂറാമത് നിർദ്ദേശമായിട്ട് വെച്ചിരിക്കുന്ന ജനറൽ വിഭാഗം ആട് വളർത്താൻ 30 ലക്ഷം രൂപ. ഇത് ആരുടെ കണ്ണിന് പൊടിയിടാനാണ് ഈ 2 എണ്ണവും ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ 2 നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ കണ്ണിന് പൊടിയിടാൻ തന്നെ. എണ്ണം കൂട്ടാനാണെങ്കിൽ അത് പറയാം. ഇത് യാതൊരു തത്വദീക്ഷയുമില്ലാതെ യാഥാർത്ഥ്യബോധമില്ലാതെ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അത് മാത്രമല്ല, പിന്നെ 113 ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് നിർമ്മാണം. എന്താണ് ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ബാച്ചിലേഴ്സിനെ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ യുവജനം പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് ഉള്ളതുകൊണ്ട് അവരെയൊക്കെ ഒരു ക്വാർട്ടേഴ്സിൽ അടച്ചിടാനാണോ ഈ ബാച്ചിലേഴ്സ് ക്വാർട്ടേഴ്സ് പറഞ്ഞ നിർദ്ദേശം?
111 ബയോഗ്യാസ് പ്ലാന്റ്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, കഴിഞ്ഞ പ്രാവശ്യം 2011-12 വർഷത്തെ പട്ടണത്തെ വളഞ്ഞ പഴത്തിന് ഗുണമുണ്ടെന്നേ, പഴത്തിന് ഷെയ്പ്പാ ഒരു വളം. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പ്രേം സൂചിപ്പിച്ചില്ല. ചില വ്യത്യാസങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. ആരോഗ്യപരമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായവരാണ് ഞങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചപ്പോ നിങ്ങൾ കണ്ടതല്ലേ ഈ പട്ടണത്തിന്റെ വികസനം എന്താണെന്ന്? ഈ പട്ടണത്തിലെ വികസനം എന്തുമായിരുന്നു? കണ്ണടച്ച് തുറക്കും മുമ്പല്ലേ പട്ടണത്തിൽ വികസനം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ തലയുയർത്തി നിൽക്കുന്ന ആലപ്പുഴ പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുന്ന EMS സ്റ്റേഡിയം അടക്കമുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം, നേരത്തെ ഞാൻ ഈ പ്രേം സൂചിപ്പിച്ച വീണ്ടും പറയുക, ചിത്തരഞ്ജന്റെ പേര് പരാമർശിച്ച് പോകരുതെന്ന് ആഗ്രഹിച്ചാണ് ഇവിടെ വരുന്നത്. കാരണം ആലപ്പുഴയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ TV തോമസും സോമൻ ചേട്ടനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ആലപ്പുഴ പട്ടണത്തെ പട്ടണമാക്കി മാറ്റിയ, നേരത്തെ നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ സംസാരിച്ചതുപോലെ പറയുകയല്ല, ആലപ്പുഴ പട്ടണത്തെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പോലെ ഒരു ബ്യൂട്ടി പാർലർ, സാർ ഐസ്ക്രീം പാർലർ അല്ല, ഒരു ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങി വന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പോലെ ഈ ആലപ്പുഴ പട്ടണത്തെ അണിയിച്ചൊരുങ്ങി നിർത്തിയിരിക്കില്ലേ സാർ? ഇത് കണ്ടിട്ട് എന്തിനാ കണ്ണു മഞ്ഞളിക്കുന്നത് നിങ്ങളിത്? നമ്മൾ സൗന്ദര്യമുള്ള ഈ പട്ടണത്തെ നമ്മൾ എല്ലാവരും കൂടിയല്ലേ ഈ പട്ടണത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ വാർഡില് നമ്മുടെ പ്രദേശത്തെ 6 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5 ലക്ഷം രൂപയുള്ളായിരുന്നു. അതിപ്പോ 6 ലക്ഷം രൂപയെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സമ്പൂർണ്ണ സാനിറ്റേഷൻ, ഭവനമില്ലാത്തവർക്ക് ഭവനം. ഈ ബഡ്ജറ്റ് എന്ത് പറഞ്ഞ് നിങ്ങൾക്ക് വിമർശിക്കാൻ കഴിയും? എന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് ചോദിക്കും, ഈ ബഡ്ജറ്റിനെ നിങ്ങൾ എന്ത് പറഞ്ഞ് വിമർശിക്കും? ഇത്ര സുന്ദരിയായ ഒരു പട്ടണത്തെ നമുക്കെല്ലാം കൂടെ ചേർന്ന് ഒന്നും കൂടെ സുന്ദരിയാക്കണ്ടേ? അതിനുവേണ്ടി ആരോഗ്യപരമായ ചർച്ച ഉണ്ടാവട്ടെ, അതല്ലേ വേണ്ടത്. അല്ലാതെ ചുമ്മാ കാണുന്നതിനൊക്കെ വിമർശിക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്താണെന്നറിയോ? ഈ ബഡ്ജറ്റ് വളരെ സുന്ദരമായ ഒരു ബഡ്ജറ്റാണ് എന്നുള്ള ധാരണയുള്ളത് കൊണ്ടാണ് എന്റെ പ്രിയ സുഹൃത്ത് സുനി ഒന്നും പറയാതെ ഇരിക്കുന്നത്. അതെ, സുനിൽ ജോർജ് ഒന്നും പറയാത്ത അതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് സുനിൽ ജോർജിനെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട കൗൺസിലർമാർക്ക് വളരെ താല്പര്യമുള്ള ബഡ്ജറ്റാണ്. അതുപോലെ രാജീവേട്ടൻ ഫൈനാൻസ് കമ്മിറ്റിയെ കുറിച്ചുകൂടെ പറഞ്ഞു. ഫൈനാൻസ് കമ്മിറ്റി കൂടി തീരുമാനിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഈ ബഡ്ജറ്റ് എന്തിനാണ് നമ്മളിങ്ങനെ എതിർക്കുന്നത്? അതുകൊണ്ട് ഈ സുന്ദരിയായ പട്ടണത്തെ ഒന്നും കൂടെ നല്ല വൃത്തിയായി അണിയിച്ചൊരുക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ വീണ്ടും ഞാൻ പറയാം, ഈ തേക്കും തടിക്കും തെമ്മാടിക്ക് എവിടെയും കിടക്കാം. പപ്പര 2 ദിവസം കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. അതല്ല, ഈ തേക്കും തടിയെ ഒന്നും കൂടെ നല്ലപോലെ പോളിഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിക്കുക. ഈ ബഡ്ജറ്റ് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളഞ്ഞ പഴം വെച്ചു എന്ന് പറഞ്ഞ ഒരു വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടി വീടും സ്ഥലവും ഇല്ലാത്തവരുടെ സ്വപ്ന സാക്ഷാത്കാർ എന്നതിനെയും 1000 വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ് ഇവിടെ നീക്കി വെച്ചിരിക്കുന്നത്. ഇതും ഈ സ്വപ്നം ഒരിക്കലും പൂവണിയാൻ കഴിയില്ല എന്നൊരു യാഥാസ്ഥിതിക ബോധമില്ലാത്തൊരു ബഡ്ജറ്റാണ്. മാത്രമല്ല, യുവജന വിഭാഗങ്ങളുടെ നേതാക്കൾ ഇവിടെ നിരവധി പേരുണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടി, അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ ഈ ബഡ്ജറ്റിൽ യുവജന വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇതൊരു ദീർഘവീക്ഷണമില്ലാത്ത സുസ്ഥിര വികസനം ലക്ഷ്യമാക്കാത്ത ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് ആദ്യമേ സൂചിപ്പിച്ചു ഇവിടെ ശ്രീ വിഷ്ണു. ഇതിന്റെ പുറം ചിത്രത്തിൽ കാണുന്നത് പോലെ ആലപ്പുഴ നഗരത്തെ മാറ്റുമെന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലും ഇതുപോലെയുള്ള ഒരു ബഡ്ജറ്റ് പുസ്തകം നൽകി അതിന്റെ പുറത്തു ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ചിത്രം നാളെ ആ നിലയിലേക്ക് മാറുമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. തികച്ചും പ്രായോഗികമല്ലാത്ത, അതുപോലെ ദീർഘവീക്ഷണവും സുസ്ഥിര വികസനവും ലക്ഷ്യമാക്കാത്ത ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിസ്മരിക്കും. പരിധിക്കും അകത്തു നിന്നുകൊണ്ട് സമസ്ത മേഖലകളെയും പരാമർശിച്ചുകൊണ്ടും വളരെ പ്രത്യേകമായി നമ്മുടെ സമൂഹത്തിൽ അധിവസിക്കുന്ന സാധാരണക്കാരായ സൗജന്യമായി കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള എന്നിവയിൽ നഗരസഭ രൂപം നൽകുകയാണ്. 1 വർഷം കഴിഞ്ഞു രണ്ടാമത്തെ ബഡ്ജറ്റാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടി ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നു പറഞ്ഞിട്ട് 1 ലിറ്റർ വെള്ളം കൊടുക്കാൻ അങ്ങനെയൊക്കെ ഈ 1 വർഷം സാധിച്ചു. അങ്ങനെ സാധിച്ചു. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഈ നഗരസഭയുടെ ആദ്യത്തെ ഈ നഗരസഭാ
കൗൺസിലിന്റെ ആദ്യത്തെ പ്രഖ്യാപനം, ആദ്യത്തെ പ്രതിയുടെ ബഡ്ജറ്റ് അങ്ങനെ പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നു. അങ്ങ് പറഞ്ഞതിൽ ഞാൻ മറുപടി പറയുന്നുണ്ട്. അങ്ങ് പറഞ്ഞ ഞാൻ പറഞ്ഞു വെക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു അന്ന് ഇവിടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തേക്ക് തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത് സ്വപ്ന ലോകത്തെ ബാലവൽക്കരണമാണ്. അത് സ്വപ്ന ലോകത്തെ മുഴുവൻ പദ്ധതികൾ അവതരിപ്പിക്കുന്നു. ഈ നടക്കാത്ത പദ്ധതികൾ മുഴുവൻ അവതരിപ്പിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിൽ തലക്കെട്ടുണ്ടാകുന്നത് അല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ എല്ലാം സൂചിപ്പിച്ചു. ഈ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് വളരെ ഘോരഘോരയുടെ പ്രസംഗിച്ചു വിട്ടു. നഗരസഭയുടെ പദ്ധതിയും ഇത് സംബന്ധിച്ച് ഉണ്ട്. നഗരസഭയുടെ പദ്ധതി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി വെച്ച പണം എടുത്ത് ഞങ്ങൾ കരക്കുറിച്ച് അടഞ്ഞു, വാട്ടർ അതോറിറ്റി അടയ്ക്കണം, തുക അടഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാട്ടർ അതോറിറ്റി അടയ്ക്കാനുള്ള തുകയ്ക്ക് പ്രത്യേക ഫണ്ട് ഈ നഗരസഭയുടെ പ്രോജക്റ്റിലുണ്ട്. വാട്ടർ അതോറിറ്റിയിൽ കുടിശ്ശികയുള്ള തുക അടയ്ക്കാനുള്ള പ്രത്യേക പ്രോജക്ട് ഈ നഗരസഭയുടെ 2011 വർഷത്തെ പ്രോജക്റ്റിലുണ്ട്. IBC പാസാക്കിയ പ്രോജക്ട്. അതിനകത്ത് തന്നെ ഈ പദ്ധതി പറയുന്നുണ്ട്. ഈ പദ്ധതി പറയുന്നുണ്ട്, പ്രോജക്റ്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് പാസ്സായില്ലെന്നാണ് പറയുന്നത്? ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കണം. അഥവാ പാസ്സായില്ലെങ്കിൽ അത് കാരണം വ്യക്തമായ കാരണമുണ്ട്. എവിടുന്നാണ് ഈ പണം വെച്ചത്? കുടിവെള്ള പദ്ധതിക്ക് ഈ ആലപ്പുഴ നഗരസഭയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ കുടിവെള്ള പദ്ധതിക്ക് പണം വെച്ചത് മെയിന്റനൻസ് ഫണ്ടിൽ. എങ്ങനെ നടക്കും? മെയിന്റനൻസ് ഫണ്ട് ചെലവഴിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഗൈഡ്ലൈനുകളുണ്ട്. എന്താവശ്യത്തിനാണ് മെയിന്റനൻസ് ഫണ്ട് ഉപയോഗിക്കുന്നത്? കുടിവെള്ളം വയ്ക്കാനാണോ? അല്ല പുതിയ റോഡ് നിർമ്മിക്കാനാണോ? പുതിയ കെട്ടിടം പണിയാനാണോ? ഇതിനൊന്നിനുമല്ല മെയിന്റനൻസ് ഫണ്ടിന്റെ ഉപയോഗം സംബന്ധിച്ച് വ്യക്തമായ ഗൈഡ്ലൈനുകൾ സർക്കാർ വന്നിട്ട് അതൊന്നും മാനിക്കാതെ ഒരു ഉണ്ടയില്ലാതെ വെച്ചുകൊണ്ട് മെയിന്റനൻസ് ഫണ്ടിൽ ഇതിനായി പണം ഉൾപ്പെടുത്തിയിരുന്നു. DPC അംഗീകരിച്ചില്ല. ഞങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതാണ് പറയുന്നത്. ആരാണ് ചെയ്തത്? ഈ ജനങ്ങളെ മുഴുവൻ, ഈ കൗൺസിലിനെ മുഴുവൻ പറ്റിക്കരുത്. മെയിന്റനൻസ് ഫണ്ടിൽ കുടിവെള്ള പദ്ധതിക്ക് പണം വെച്ചാൽ എങ്ങനെ നടത്താൻ കഴിയുമോ? എങ്ങനെ DPCക്ക് സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ ലഭിച്ചുകൊണ്ട് എങ്ങനെ DPCക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റുമോ? അതൊന്നുമില്ലാതെ ജനങ്ങളെ പറ്റിക്കുന്ന, കൗൺസിലർമാരെ പറ്റിക്കുന്ന പദ്ധതികളുമായൊക്കെ പ്രയോഗിക്കുകയാണ്. പിന്നെ കൊണ്ട് പ്രഖ്യാപനങ്ങൾ ഒത്തിരി. ഇവിടെ ഞാൻ കൗൺസിലർമാരെ ബാധിക്കുന്നതിന്റെ കാര്യങ്ങൾ കൂടെ പറയാം. അന്നത്തെ വലിയ പ്രഖ്യാപനമായിരുന്നു 50,000 രൂപയുടെ ലാഭം എല്ലാ വാർഡിലും 50,000 രൂപയുടെ ലാഭം. ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒന്നാമത്തെ ബഡ്ജറ്റ്. 1,000 രൂപയുടെ ലാഭം ഏതെങ്കിലും വാർഡിൽ, മുനിസിപ്പൽ വാർഡിൽ ഈ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഇറക്കി കൊടുത്തുവെന്ന് അങ്ങേക്ക് ഇവിടെ പറയാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളെല്ലാം, ഞങ്ങൾ പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം ഇന്ന് ഞങ്ങൾ എവിടെയെങ്കിലും വാർഡിൽ 1,000 രൂപയുടെ ലാഭം മുനിസിപ്പൽ ബഡ്ജറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച തുകയിൽ നിന്നും ഇറക്കി കൊടുക്കാൻ കഴിയും എന്ന് അങ്ങേക്ക് ഇവിടെ പറയാമോ? ഞങ്ങൾ ഈ പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം പിൻവലിക്കാൻ പറയാം. അത് എന്തെല്ലാം കാര്യങ്ങൾ. പിന്നെയും ഞാൻ പറഞ്ഞതുപോലെ സ്വപ്നത്തിൽ പറയാൻ ഞാൻ കാരണം, കഴിഞ്ഞ വർഷം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞ് ഒന്നിച്ചാണ് ഞാൻ 1995 ആദ്യമായി നവോത്സവമാണ് അവിടെ സോഫ്റ്റ്വെയർ പാർക്ക്, സോഫ്റ്റ്വെയർ കോംപ്ലക്സ്, മഹിളാ വികസനത്തിനുള്ള രംഗം, ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ബഡ്ജറ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതിനെ കഴിഞ്ഞ ബഡ്ജറ്റ് പറഞ്ഞത് വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇപ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, കഴിഞ്ഞ കൊല്ലം നമ്മുടെ പദ്ധതി രേഖയിൽ 6 ലക്ഷം രൂപ പദ്ധതി വിഹിതമായിട്ടുള്ളത് കാണിച്ചത്. ഇപ്രാവശ്യം ഒന്നുമില്ല. ഒരു പോർഷൻ എമൗണ്ട് പോലും വെക്കാതെ പൂർണ്ണമായിട്ടും ഇത് ഏതെങ്കിലും ധനകാര്യ ഏജൻസി, ഏതെങ്കിലും ഒരു ധനകാര്യ ഏജൻസിയെ കുറിച്ച് വ്യക്തമായി പറയുന്നില്ല. ഏതെങ്കിലും ധനകാര്യ ഏജൻസി എളുപ്പമാണ് പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ വന്ന ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് കിട്ടിയിട്ടും അന്ന് ഈ പ്രഖ്യാപനം, കഴിഞ്ഞ വർഷത്തിൽ ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടും ഏത് ധനകാര്യ ഏജൻസി എന്നവരും കണ്ടുപിടിക്കാൻ, ആരെങ്കിലുമായി ചർച്ച ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ ഇപ്രാവശ്യം ചെറുപ്പം എന്താവും, എങ്ങനെ നടത്താനോ എന്താണോ എന്തൊക്കെ നോക്കട്ടോ? അങ്ങനെയെല്ലാം ഈ ബഡ്ജറ്റിൽ എന്നാൽ ഒരു കെട്ടിടത്തിന്റെ മുഖച്ഛായത്തിൽ ലാഭം
ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ സഹപ്രവർത്തകൻ റീബറാജ് പറഞ്ഞതുപോലെ ഈ ബഡ്ജറ്റ് പിൻവലിച്ച് വീണ്ടും ഒരു ഫിനാൻസ് കമ്മിറ്റി വെച്ചുകൊണ്ട് അവതരിപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച ബജറ്റിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഒരുപാട് ആനുകൂല്യങ്ങൾ വാരിക്കോരി അതിൽ പറഞ്ഞെടുത്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കക്കൂസ് നിർമ്മാണം, മെയിന്റനൻസ് ഗ്രാന്റ്, കുടിവെള്ളം വീട്ടിലെത്തിച്ചു കൊടുക്കും, പൈപ്പും വീട്ടിൽ ആർക്കൊക്കെ പൈപ്പും, കരാർ നവീകരണം അത് ഉടനെ തന്നെ JCB എടുക്കുമെന്നാണ് അത് പറഞ്ഞത്. ഇതൊന്നും തന്നെ പാലിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ബജറ്റില് 25% കാര്യങ്ങൾ പോലും നഗരസഭ നടപ്പിലാക്കിയിട്ടില്ല. അതിനെ കുറിച്ചൊരു മറുപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. ഞങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞു, ഇനി എന്റെ വാർഡിലും ചുടാനടുത്ത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമുണ്ട്. അവിടെ കാട് കയറി വെള്ളം മലിന ജലം വീടുകളിലേക്ക് ഒഴുകുമ്പോൾ ആൾക്കാരോട് പറഞ്ഞ അടുത്ത മാർച്ചിനോട് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരികയാണെന്ന് പറഞ്ഞു. അവരെല്ലാം ഇപ്പൊ ചോദിക്കുക ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെയാണ്? ഇതേ പദ്ധതി തന്നെ നടപ്പിലാക്കാനായി വെച്ചിരുന്നു. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷത്തെ അത് നടപ്പിലാക്കും. ഒരു തവണ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടി ടോട്ടൽ സാനിറ്റേഷന്റെ പദ്ധതിയുടെ പ്രോജക്ട് പാസ്സാക്കിയതും കൂടിയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തില്ല? അന്ന് ടോട്ടൽ സാനിറ്റേഷനെ പറ്റി അവിടുത്തെ കമ്മിറ്റിയിൽ വളരെ മുൻ സെക്രട്ടറി ശ്രീ ബൽരാജിന്റെ നേതൃത്വത്തിൽ ആ കമ്മിറ്റിയിൽ വെച്ച് ഇത് എളുപ്പം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടതില്ലെന്നും പഴയ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലുള്ളവരെ തന്നെ അതിൽ ഉൾപ്പെടുത്തി ആ വർഷം തന്നെ 2011-12 കാലയളവിൽ തന്നെ നടപ്പിലാക്കണമെന്നും ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ വർഷവും ബഡ്ജറ്റിൽ 1500 സാനിറ്റേഷൻ എന്ന് കാണിക്കുക, പ്രവൃത്തി ഒന്നും വരാതിരിക്കുക. മനസ്സിലാവും. കിട്ടിയ ഒന്നും എടുത്തു വെച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്ന ഓരോ മേഖലകളും പരിശോധിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ AK ആന്റണി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ണുമടച്ച് എതിർക്കരുതെന്ന് UDFന്റെ നേതാക്കന്മാർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ചിട്ട് എന്ത് വികസനത്തെ പ്രവർത്തനത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആ മനസ്സിന്റെ കട്ടി. ഏത് ബ്യൂട്ടി പാർലറിൽ കയറി ഗോൾഡ് ഫേഷ്യൽ അല്ല എന്ത് ഫേഷ്യൽ ചെയ്താലും മുഖം ശരിയായില്ലെങ്കിൽ ആ ബ്യൂട്ടി പാർലറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ. അതാണ് സത്യം. ഈ ബഡ്ജറ്റിൽ വിവിധ മേഖലകളിൽ കുറെ ദീർഘനേരം വായിച്ചാൽ തന്നെ നമുക്ക് ആ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാകെ തന്നെ നമുക്കെടുക്കാം. വികസനോന്മുഖമായ കാര്യങ്ങളാകെ തന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്മിറ്റിയിൽ തന്നെ ആ കുടിവെള്ള പദ്ധതി